ഹലോ. ഓക്കെ, അനീഷ് ഓക്കെ, കൺഗ്രാചുലേഷൻ. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് കേട്ടോ, റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. ഓൾറെഡി റെക്കോർഡ്. അനീഷ്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കിടക്കുമ്പോ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന്, കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ. എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ. അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് കേട്ടോ, എബിലിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പത്തേക്ക്, ഒരു 9 o'clock ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 10 o'clock സാറിന് കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ അവിടെ. ശരി ശരി. ഓക്കെ അനീഷ്. ഓക്കെ, കൺഗ്രാചുലേഷൻ. ഗോഡ് ബ്ലസ്. താങ്ക് യു. ഓക്കെ അനീഷ്. ഓക്കെ, അറിയാം. സന്തോഷം അറിയാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഈ ഓഡിയോ കേട്ടപ്പോൾ എത്രത്തോളം, ഇപ്പോൾ ഈ ഈവനിങ്ങിൽ ഈ ഓഡിയോ കേട്ടപ്പോൾ എത്രത്തോളം സന്തോഷം വന്നു എന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ അനീഷ് ചേട്ടൻ്റെ ആ വോയിസിൽ എത്ര സന്തോഷമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ്. ഇപ്പോഴും ഡിസർവിങ് ആയ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിന്നറാകാൻ ഡിസർവിങ് ആയിരുന്നു. പക്ഷെ ചില കുണുവാവുകളും PR വർക്കുകളും PR വാഴകളും ചേർന്നിട്ട് നമ്മുടെ അനീഷേട്ടനെ വിന്നറാക്കിയില്ല. അത് എന്താ പറയുക, വെറും പണിക്ക് വേറൊരു പേര് പറയേണ്ടി വരും. എന്താണെങ്കിലും അവസാനം നമ്മുടെ അനീഷേട്ടന് ഡിസർവിങ് ആയിട്ടുള്ള പ്രൈസുകളൊക്കെ അത് അറിഞ്ഞുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ MD ആയിട്ടുള്ള റോയ് സാറ് അത് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനോട് നമുക്കൊരു നന്ദിയുണ്ട്. നമ്മൾ ജനങ്ങൾ ഇത്രയും കിടന്ന് നിലവിളിക്കുന്നത് അദ്ദേഹം കിടന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുണുമോളുടെ ചില പട്ടി ഷോകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹവും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ പണ്ടേ തോന്നിയിട്ടുണ്ടാവും PR വർക്ക് കൊണ്ട് മാത്രമാണ് ജയിച്ചു പോയത് എന്നൊക്കെ. അനീഷ് എത്രത്തോളം ഡിസർവിങ് ആയിട്ടും അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ പറ്റിയില്ല. വളരെയധികം ആളുകൾക്ക് വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത്ര ചരിത്രത്തിൽ തന്നെ, ബിഗ് ബോസിന്റെ മലയാളം ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ്. പലരും മനസ്സിലേക്ക് ഡോക്ടർ റോബിന്, രജിത് കുമാറൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നേരിട്ട് ഏഷ്യാനെറ്റിനോട് പോലും ഇൻഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ അത്രത്തോളം ജനങ്ങളെ മനസ്സിലാക്കി, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് എന്നൊക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മനസ്സിലാക്കി എന്നുള്ളതാണ്. പലപ്പോഴും കമൻറ്റുകളിൽ പോലും ക്യാഷ് പിരിച്ച് നമ്മുടെ അനീഷേട്ടന് കൊടുക്കണം, അദ്ദേഹം അത് ഡിസർവിങ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മനസ്സിലാക്കി. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ ക്യാഷ് പ്രൈസ് 10 lakh കൊടുക്കാനായിട്ട് അനീഷേട്ടന് തയ്യാറായി എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ നമ്മൾ അനീഷേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടാകും. എന്താണെങ്കിലും കരഞ്ഞും മറ്റുള്ളവരുടെ പുതപ്പിനടിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടൊന്നുമല്ല അനീഷേട്ടൻ നമ്മുടെ മനസ്സിൽ കയറി കൂട്ടിയത്. കൃത്യമായി ആരെയും ഒന്നിനും പഴിചാരാതെ വിഷമങ്ങളെ ചെന്ന് ആശ്വസിപ്പിച്ച് കൃത്യമായ ഗെയിം നല്ല രീതിയിൽ മാക്സിമം എഫേർട്ട് അദ്ദേഹം എല്ലാ ഗെയിം ശ്രദ്ധിച്ചു, മാക്സിമം എഫേർട്ട് അദ്ദേഹം കൊടുത്തിരുന്നു. ചിലപ്പോൾ വിജയിക്കാൻ ചില ഗെയിമുകൾ പറ്റിയിട്ടില്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്വാസം മുട്ടിപ്പോലും അദ്ദേഹം ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുടെയും പുതപ്പിനടിയിൽ ഒളിഞ്ഞു പോക്കി നേടിയിട്ടുള്ള ഒരു വിജയമല്ല. വിജയിക്കേണ്ട ആളായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ തേടി എത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. കുണുവാവുകളുടെ കരച്ചിലും പിഴിച്ചിലും ഒന്നുമല്ല, ഇത് ജനങ്ങളുടെ മനസ്സിലെ ഹീറോയാണ് അദ്ദേഹം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി പറയുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസുമായി വരാം. ടേക്ക് കെയർ. ബൈ.